ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറെ പ്രാധാന്യമുള്ള 10ാം ക്ലാസ്സിലെ ഭൂമിശാസ്ത്രം എന്ന പാഠഭാഗമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ PSC പരീക്ഷകളിൽ ഈ ഭാഗത്ത് നിന്ന് ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഓരോ പോയിൻ്റായിട്ട് പഠിച്ചു തുടങ്ങാം. തൻ്റെ വൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരെന്ത്? പരിക്രമണം. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണത്തിൽ കാണുന്ന ചരിവ് എത്ര? 66.5 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബതലത്തിൽ നിന്നും കണക്കാക്കുന്ന 23.5 ഡിഗ്രി ചരിവ് പരിക്രമണ വേളയിലുടനീളം നിലനിർത്തുന്നതിന് പറയുന്നതെന്ത്? അച്ചുതണ്ടിൻ്റെ സമാന്തരത. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബ നിന്നും 23.5 ചരിവ് നിലനിർത്തിക്കൊണ്ടാണ് ഭൂമി അതിൻ്റെ പരിക്രമണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് പറയാം? അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയാം. ഇനി ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തെ നമുക്ക് എന്ത് വിളിക്കാം? പെരിഹീലിയൻ ദിവസം. അതായത് പെരിഹീലിയൻ ഡേ അല്ലെങ്കിൽ സൂര്യ സമീപ ദിനം എന്ന് വിളിക്കാം. അതുപോലെ ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു പോകുന്ന ദിവസം, ആ ദിവസത്തെ അപ്ഹീലിയൻ ഡേ എന്ന് വിളിക്കാം. ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമായതെന്ത്? സൂര്യൻ്റെ അയനം. ഋതുഭേദങ്ങൾക്ക് കാരണം എന്താണ്? സൂര്യൻ്റെ അയനം. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖലയെ നമുക്ക് എന്ത് വിളിക്കാം? മിതോഷ്ണ മേഖലാ പ്രദേശം അല്ലെങ്കിൽ മധ്യ അക്ഷാംശ മേഖല. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖലയാണ് ഇത് മിതോഷ്ണ മേഖല അല്ലെങ്കിൽ മധ്യ അക്ഷാംശ മേഖല. സമരാത്ര ദിനങ്ങളിൽ സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായിരിക്കും. നമുക്കറിയാം, ഒരു വൃത്തത്തിൻ്റെ കോണളവ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഭൂമി വൃത്താകൃതിയിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ കോണളവും എത്ര ഡിഗ്രിയാണെന്ന് പറയാം? 360 ഡിഗ്രി. ഇനി മറ്റൊന്ന്, 24 മണിക്കൂർ എത്ര മിനിറ്റാണെന്ന് നോക്കിയിട്ടുണ്ടോ? 1440 മിനിറ്റാണ് 24 മണിക്കൂർ എങ്കിൽ 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 4 മിനിറ്റാണ്. അതായത് 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ വേണ്ടത് 4 മിനിറ്റ്. അപ്പോൾ ഭൂമി 15 ഡിഗ്രി തിരിയുമ്പോഴോ 1 മണിക്കൂർ സമയമെടുക്കും. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം എഴുതിയത് ആരാണ്? മലയാളത്തിലെ ഏത് നോവലിസ്റ്റാണ്? SK പൊറ്റക്കാട്. SK പൊറ്റക്കാടാണ് ഇത് എഴുതിയത്. ജനുവരി 3 ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം. ജൂലൈ 4 ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിവസം. ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം. ഡിസംബർ 22 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രി അനുഭവപ്പെടുന്ന ദിവസം. ഇനി മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ ദിവസങ്ങളെ സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് വിളിക്കാം. അതായത് തുല്യ രാത്രി അനുഭവപ്പെടുന്ന, ഒരേ അളവിലുള്ള രാത്രി അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ. ലോകത്തെവിടെയുമുള്ള സമയം കണക്കാക്കുന്ന രേഖയാണ് ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറീഡിയൻ. അതുപോലെ ലോകത്തെ 24 സമയമേഖലകളായി തിരിച്ചിട്ടുണ്ട്.
ഇനി ഇന്ത്യയുടെ മാനക രേഖാംശ രേഖ എന്ന് വിളിക്കുന്നത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തെയാണ്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് പൂർവ്വ രേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുമ്പിലാണ് ഇന്ത്യൻ സമയം. ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുമ്പിലാണ് ഇന്ത്യൻ സമയം. അതുകൊണ്ട് തന്നെ ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം 5:30 PM ആയിരിക്കും. ഓക്കെ. 180 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നാണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഓക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കൂടുതൽ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. ഓക്കെ, ബൈ. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഈ ക്ലാസ്സിന് അനുസരിച്ചുള്ള ഒരു ചെറിയ എക്സാം ഇടുന്നതായിരിക്കും. നന്നായി പഠിച്ച് എക്സാം എഴുതി മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.